ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. റൗലത്ത് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലത്ത് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2013 നവംബർ 1. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് 2013 നവംബർ 1. 1907 സെപ്റ്റംബർ 27 ലയത്തൂർ ജില്ലയിൽ ബംഗ എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരിയാണ് ഭഗത് സിംഗ്. 1907 സെപ്റ്റംബർ 27 ലയൽപൂർ എന്ന ജില്ലയിലെ ബംഗ എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരിയാണ് ഭഗത് സിംഗ്. ഈ ബംഗ എന്നുള്ള സ്ഥലം ഇപ്പൊ പാകിസ്ഥാനിലാണ്. സൂര്യന്റെ അയനവുമായി ബന്ധപ്പെട്ട ജൂൺ 21 പ്രത്യേകത. സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം. സൂര്യന്റെ അയനവുമായി ബന്ധപ്പെട്ട ജൂൺ 21 പ്രത്യേകത സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ്? CV രാമന്റെ. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ്? CV രാമന്റെ. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. ഇന്ത്യൻ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം 2000. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷമാണ് 2000. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കമുണ്ടായ വർഷമാണ് 1924. കേരളത്തിലെ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷമാണ് 1924. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ സിക്കിം, ടിബറ്റ്. അപ്പൊ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗ. ഗംഗയിലാണ് ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത്. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് ലിറ്റൻ പ്രഭു. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് ലിറ്റൻ പ്രഭു. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകിന്റേത്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണെന്ന് പറഞ്ഞതാരാണ്? ബാലഗംഗാധര തിലക്. 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയതാരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ.